കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലും, കുത്തും. അതായത് മുസ്ലിം വിശ്വാസപ്രകാരമുള്ള ഈ ഒരു കലിമ ചൊല്ലിയില്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും, അങ്ങനെയുള്ളവരെ കൊല്ലണം എന്നാണ് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലരും പറഞ്ഞ് കേട്ടു. മഹാരാഷ്ട്രയിലും ഇതിനു മുൻപ് പെഹൽഗാമിലും നമുക്കറിയാം, ഒരു വർഷം മുൻപ് പെഹൽഗാമിൽ കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലുന്ന അവസ്ഥ. അതായത് മുസ്ലിം അല്ലെങ്കിൽ കൊന്നിരിക്കും. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ സംഭവങ്ങൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാതീയമായ മതപരമായ വേർതിരിവുകൾ ഇത്തരത്തിൽ കാണുകയും ഇത്തരത്തിൽ മറ്റ് മതസ്ഥരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം ഈ വൈകല്യ സിദ്ധാന്തങ്ങൾ ഇനിയും വച്ചു പുലർത്തുന്നവരുണ്ട്. വലിയ ഉസ്താദുമാരും അല്ലെങ്കിൽ വലിയ മതപണ്ഡിതരുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദി ഇയാൾ പറയുന്നത്, കലിമ ചൊല്ലിയില്ലെങ്കിൽ എല്ലാവരും കൊല്ലപ്പെടും, കുറേ ഹിന്ദുക്കൾ കൊല്ലപ്പെടട്ടെ, അങ്ങനെ 10-20 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നീയൊക്കെ പോയി കലിമ ചൊല്ലിക്കോളും എന്ന നിലവാരത്തിലാണ് ഒരു മാധ്യമത്തിന് നൽകിയ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇയാൾ ഇക്കാര്യം പറയുന്നത്. ഇവിടെ സാധാരണക്കാർ വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമില്ലാത്തവരോ അല്ലെങ്കിൽ അത്തരക്കാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും അവർക്ക് അത്രയേ വിവരമുള്ളൂ എന്ന്. ഇത് വലിയ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും അല്ലാത്ത വിദ്യാഭ്യാസവും ഓൾ ഇന്ത്യ ഇമാംസ് അസോസിയേഷൻ്റെ അധ്യക്ഷനൊക്കെ ആയിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ കുറേ ഹിന്ദുക്കൾ അല്ലെങ്കിൽ കുറേ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടട്ടെ, അത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഇവരിതൊക്കെ പഠിച്ചുകൊള്ളും എന്നത്. കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന് അവരുടെ പ്രത്യേക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അത്രേ. അതിൻ്റെ അർത്ഥം കലിമ ചൊല്ലിയില്ലെങ്കിൽ മരണപ്പെട്ടു പോകും എന്നല്ല, കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലും. മറ്റ് മതസ്ഥരെ കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലും. കലിമ ചൊല്ലിയേ പറ്റൂ. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ഇവർ കലിമ ചോദിച്ചാൽ നമ്മൾ ചൊല്ലിയിരിക്കണം, അല്ലെങ്കിൽ കൊല്ലും എന്നുള്ള ഒരു നികൃഷ്ടമായ ക്രൂരമായ സന്ദേശമാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുകയും ഇതൊക്കെ പല രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ മതേതര സ്വഭാവത്തിന് ഭീഷണിയാകുന്ന ഇത്തരം ക്രൂരമായ ചിന്തകളും നടപടികളും. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയിൽ പറഞ്ഞു, ജാമിദ ടീച്ചർ ഈ ഖുറാൻ എന്ന ടെക്സ്റ്റിനെ കുറിച്ച്, ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റു മതസ്ഥരെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ഡൽഹി കോടതിയുടെ 1986 ഒരു വിധി സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമിദ ടീച്ചർ ഒരു കുറിപ്പെഴുതിയിരുന്നു. അത് സംബന്ധിച്ച് നമ്മൾ കർമ്മ ന്യൂസ് വാർത്ത നൽകുകയും ചെയ്തു. എന്തൊക്കെയായാലും ഇത്തരത്തിൽ ജാതി മതചിന്തകളെയൊക്കെ തന്നെ കൂട്ടിക്കുഴച്ച്, രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച് മറ്റ് മതസ്ഥരെ കൊല്ലണം അല്ലെങ്കിൽ മറ്റ് മതസ്ഥർ കൊല്ലപ്പെട്ടാൽ പഠിക്കും എന്നൊക്കെ പറയുന്ന ഇത്തരം ഈ മതപണ്ഡിതരെന്ന് അവരെ വിളിക്കാൻ പറ്റില്ല, ഇത്തരം ക്രൂരന്മാരായ വ്യക്തികളോട് തീർച്ചയായിട്ടും അതൊക്കെ നിയമത്തിന് കീഴിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇത് മതരാജ്യമല്ല. ഇവിടെ ശരീഅത്ത് നിയമമല്ല മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നാനാജാതി മതസ്ഥർ ഐക്യത്തോടെ ജീവിക്കുന്ന നാടാണ്. ഇവിടുത്തെ ഐക്യവും അഖണ്ഡതയും തകർക്കാനായിട്ട് ഇത്തരം തീവ്ര മനസ്സുള്ളവർ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടായി പറ്റൂ എന്ന് പറയാതിരിക്കാൻ തരമില്ല.